നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ മില്ലിന്റെ അക്കൗണ്ടിലേക്ക്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ PS ശ്രീകുമാറിനെ സർക്കാർ ഒഴിവാക്കി. പുതിയ MD-ആയി ടെക്സ്ഫെഡ് MD എബി തോമസിനെ നിയമിച്ചു. മില്ലിലെത്തി എബി തോമസ് ചുമതലയേറ്റു. 2023 ഫെബ്രുവരി 6 മുതൽ അടഞ്ഞുകിടക്കുന്ന മില്ലിന്റെ പ്ലാന്റിലും അനുബന്ധ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി. മെഷീനറികൾ പരിശോധിച്ചു. ഒന്നിനും തകരാറുകളില്ലെന്ന് MD. അംഗീകൃത യൂണിയൻ നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ച നടത്തി. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ച് മടക്കം. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിട്ട് 3 മാസം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഒരു നടപടിയുമില്ലാത്തതിൽ കുടുംബം വലിയ വേദനയിലും ആശങ്കയിലും. കൊല്ലപ്പെട്ട ഇടത്തുനിന്ന് മൃതദേഹം വീണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന നിഗമനവും ശക്തം. കുത്തുപാറ സ്വദേശി ജെയിനിനെ നാട്ടിലെത്തിച്ച മലയാളി അസോസിയേഷന്റെ സഹായം അഭ്യർത്ഥിക്കാൻ കുടുംബം. വേലൂർ, കൈപ്പറമ്പ് അടക്കം 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്കു കൂടി അംഗീകാരം. ജില്ലയിൽ അംഗീകാരം ലഭിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 108ആയി. ഇനിയും പദ്ധതികൾ സമർപ്പിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ സ്പില്ലോവർ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി മെയ് 15-നകം സമർപ്പിക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി. വിശ്വപൂരം ആരവത്തിന്റെ കൊടുമുടിയേറി എത്തുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഇനി പൂരവിശേഷത്തിന്റെ ചാരുതയിൽ നിറയും. കരിവീര മഹിമയ്ക്കും വാദ്യമേള ലഹരിക്കും കാതോർക്കുന്നു ശക്തന്റെ തട്ടകം. കരിമരുന്നാരവം ആവോളം ആസ്വദിക്കാൻ ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തും. വിശ്വം വാഴ്ത്തിപ്പാടും മഹോത്സവത്തിനെ കാൽനാട്ടി തിരുവമ്പാടി. നടുവിലാലിലും നായ്ക്കനാലിലും ബഹുനില കാഴ്ച പന്തലുകൾ ഉയരും. പെരുമ്പിലാവിലെ വെള്ള വിതരണ ഗോഡൌണിൽ വിതരണം ചെയ്യുന്നത് വെള്ളം മാത്രമല്ല, സൂക്ഷിക്കുന്നത് ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൂടി. ഗോഡൌണിൽ കുന്നുംകുളം പോലീസിന്റെ മിന്നൽ പരിശോധന. 7 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കരിക്കാട് ചോല സ്വദേശി ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഗോഡൌൺ. SSLC പരീക്ഷയുടെ മൂല്യനിർണയം പൂർത്തിയായി. ടാബുലേഷൻ ജോലികൾ ആരംഭിച്ചു. മെയ് 9 ഫലം പുറത്തുവരും. മൂല്യനിർണയത്തിന് ഒരുക്കിയത് 72 കേന്ദ്രീകൃത ക്യാമ്പുകൾ. +2 ഫലം മെയ് 3-ാം വാരം. 1-ാം വർഷ ബിരുദ ക്ലാസുകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. കാലവർഷക്കെടുതി. വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് വിതരണം ചെയ്യാൻ തൃശൂർ ജില്ലയിൽ 5.68 കോടി രൂപ കൂടി. നേരത്തെ അനുവദിച്ചത് SDRF വിഹിതം 8.88 കോടി രൂപ. 1810 കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. തുക അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സംസ്ഥാനത്തിന്റെ വികസന മാതൃകകളിൽ പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. തൃശൂർ തൊഴിൽ പൂരത്തിന് ഒരുങ്ങി. ശനിയാഴ്ച പള്ളിമൂല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും മെഗാ ജോബ് ഫെയർ. വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. സുപ്രസിദ്ധ കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ എന്ന നെല്ലുവായി നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളിന്റെ ശ്രദ്ധേയ ശിഷ്യൻ. അവസാന അരങ്ങ് കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ. കേരള കലാമണ്ഡലം സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ്. വാടാനപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുവത്തുപറമ്പിൽ പ്രഭാകരൻ, ഭാര്യ കുഞ്ഞിപ്പെണ്ണ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇരുവരും പാലിയേറ്റീവ് രോഗികൾ. മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെത്തിയ പാലിയേറ്റീവ് പ്രവർത്തകർ. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മുണ്ടത്തിക്കോട് അമ്പലപുരത്ത് ജപ്തി ഭീഷണിയെ തുടർന്ന് വയോധിക വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തയ്യൂർമഠം പുനർജനി വീട്ടിൽ ബിന്ദു വെങ്കടേശ്വരൻ വീടിനുള്ളിലെ മുറിയിൽ കയറി കഥകടച്ചത് പരിഭ്രാന്തി പരത്തി. സിറ്റി യൂണിയൻ ബാങ്കിന്റെ തൃശൂർ ഈസ്റ്റ് ഫോർട്ട് ബ്രാഞ്ച് അധികൃതരാണ് ജപ്തി നടപടികൾക്കെത്തിയത്. ലോൺ തിരിച്ചടവിൽ ബാങ്ക് നടത്തിയ ക്രമക്കേടുകളാണ് പ്രതിസന്ധികൾക്ക് കാരണമായതെന്ന് കുടുംബം. നീതി ഉറപ്പാക്കും വരെ നിയമപോരാട്ടം തുടരുമെന്നും പ്രഖ്യാപനം.